ഹലോ ഗായ്സ്, നമ്മളിന്ന് 2 കിലോ ചിക്കൻ്റെ ഓഫറൊക്കെ മേടിച്ചിട്ട് ചിക്കൻ മേടിക്കുമായിരുന്നേ. അപ്പോൾ നമ്മളെന്തായാലും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് റൈസിനിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അധികം നേർങ്ങിനല്ലാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉള്ളിയും പിന്നെ സ്ലൈസ് ചെയ്ത പച്ചമുളകും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റി വെക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നത് ചേർത്ത് വഴറ്റിയിട്ട് കുറച്ച് സമയം ഇവിടെ വയ്ക്കുക. അപ്പോൾ നമ്മൾ വഴറ്റിയ കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വഴറ്റിയ ശേഷം ഇതിനകത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാതെ. അപ്പോൾ ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാതെ കുറച്ച് സമയം അടച്ച് വയ്ക്കാം. അതിനുശേഷം കുറച്ച് സമയം നോക്കിയിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വയ്ക്കാതെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തക്കാളിയും കാഷ്യൂ നല്ല ക്രീമി ആവാൻ വേണ്ടിയിട്ട് കാഷ്യൂ ഇടുകയെ. അപ്പോൾ കാഷ്യൂവും തക്കാളിയും കൂടിയിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തിടാവേ. അതിനുശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. പിന്നെ മല്ലിച്ചപ്പ് ഉള്ളവർക്ക് മല്ലിച്ചപ്പും ഇടാവേ. ഈ സമയത്ത് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പോ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഞാനപ്പോൾ ഫ്ലേവറിനെടുത്ത് ചിക്കൻ മസാലയും ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ